ഹലോ, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസമായല്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഓണത്തിൻ്റെ അങ്ങനെ കുറച്ച് ദിവസം നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ദിവസം എൻ്റെ പഠനവും നടന്നില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരുവിധം എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഇനി പുതിയ എക്സാംസിന് വേണ്ടി പഠിച്ചു തുടങ്ങാനിരിക്കുന്ന സമയമായിരിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് എക്സാം ഇപ്പോൾ കഴിഞ്ഞു, ഒരുപാട് പേർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അവരാണെങ്കിലും എന്നാൽ ഇനി മാർക്ക് ഒരുപാട് കുറഞ്ഞു പോയവരാണെങ്കിലും അതിനും വിഷമിക്കേണ്ട, കാരണം അതിനു വേണ്ടിയാണ് ഇനിയുള്ള എക്സാംസ് ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ മാർക്ക് ഒരുപാട് കുറഞ്ഞവർ കാണും, മാർക്ക് ഒരുവിധം കിട്ടി ഇനി അടുത്ത എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർ കാണും, പുതുതായിട്ട് PSCയിലേക്ക് വന്നവർ കാണും. എല്ലാവർക്കും ഒരു ഫ്രഷ് സ്റ്റാർട്ടാണല്ലേ. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം ഞാനും PSC പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് നാളെന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മാസം ഒരു ബ്രേക്ക് വന്നു. അപ്പം തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ പരമാവധി ബ്രേക്ക് വരുത്താതിരിക്കാൻ നോക്കുക കേട്ടോ. കൺസിസ്റ്റൻസിയാണ് ഇതിന് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. അപ്പം ഞാൻ ഇന്നൊന്ന് കുളിച്ച് പഠിക്കാനിരിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്, അതിന് വേണ്ടിയൊക്കെ ഓൺലൈൻ കോഴ്സസൊക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ചേരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് കോഴ്സ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് PSC കോച്ചിങ് സെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോവാം. ഇനി അതൊന്നുമില്ല, വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്കാണെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് യൂട്യൂബിലും അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കോഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഒന്ന് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തൊന്ന് പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓൺലൈൻ കോഴ്സ് എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 3 ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഒരു 2 ക്ലാസ് എനിക്ക് പെൻഡിങ് ആണ്, ഞാൻ രാവിലെ ഇല്ലായിരുന്നു. അപ്പോൾ അത് എൻ്റെ റെക്കോർഡഡ് വീഡിയോസ് കാണാൻ ഇരിക്കുകയാണെന്തോ. നോക്കി ഓഗസ്റ്റിൽ കലണ്ടർ തന്നെ മാറ്റി സെപ്റ്റംബർ ആക്കാൻ ഞാൻ മറന്നു അത്രയും ദിവസം, കാരണം പഠിച്ചില്ല. അതുകൊണ്ട് ഈ റൂമിലോട്ട് തന്നെ കയറിയില്ലെന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു ബിഗിനർ എന്ന രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കേട്ടല്ലോ, നിങ്ങൾക്ക് എങ്ങനെ ഒരു കോഴ്സ് എടുക്കാൻ പറ്റുമെങ്കിൽ കോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ആദ്യത്തെ ദിവസം ഒരുപാട് നേരമൊന്നും പഠിക്കാൻ പറ്റത്തില്ല, അപ്പോൾ കുറച്ച് സമയം സെറ്റ് ചെയ്യുക, പിന്നെ പതിയെ കൂട്ടി വരാൻ നോക്കുക. അതിനുവേണ്ടി മസ്റ്റായിട്ട് നമുക്കൊരു ടൈമർ തന്നെ വേണം. ഫോണിൽ ടൈമർ യൂസ് ചെയ്യേണ്ട കേട്ടോ. അത് നമുക്ക് പിന്നീട് ഫോൺ എടുത്ത് നോക്കാനൊക്കെയുള്ള ഒരു ടെൻഡൻസിയിലേക്ക് മാറും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ നോട്ട് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഓൺലൈൻ വീഡിയോസൊക്കെ കാണുമ്പോഴും നമുക്ക് വിചാരിക്കും അപ്പം നമുക്ക് മനസ്സിലായെന്ന്, പക്ഷെ പിന്നീട് നമുക്കിത് റിവൈസ് ചെയ്യണം. അതിനുവേണ്ടി എന്തായാലും നോട്ട് ഒന്ന് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ പേപ്പറിൽ എഴുതി സെറ്റ് ചെയ്ത് വെച്ചാൽ അത് നല്ല ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് വീണ്ടും പിന്നീട് എപ്പോഴെങ്കിലും വേറെ അഡീഷണൽ പോയിൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലോട്ട് പേപ്പർ വെച്ച് ചേർക്കാൻ ഇത് ഈസി സ്റ്റെപ്പാണ്. പക്ഷേ പേപ്പറിൽ എഴുതുമ്പോൾ അത് നന്നായിട്ട് ഒന്ന് കീപ്പ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ബാക്കി ടിപ്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ നമുക്കൊരു SCRT ചലഞ്ചും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.